ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയനെ പറ്റി. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൻ്റെ ഒരു 90% ഭാഗവും ഇപ്പം നമ്മൾ ഫോണുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് യാതൊരു ആവശ്യമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹോർമോൺസ് ഡോപാമിൻ ലെവൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എന്താണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 50 ഡേ ചലഞ്ച് എടുക്കുകയാണ്. 50 ഡേയ്സ് നോ സോഷ്യൽ മീഡിയ. നോ സോഷ്യൽ മീഡിയ വെച്ചാൽ നോ ഫേസ്ബുക്ക്, നോ ഇൻസ്റ്റഗ്രാം, നോ എൻഡ്ലെസ് സ്ക്രോളിംഗ്. പക്ഷേങ്കിൽ യൂട്യൂബ് ഞാൻ യൂസ് ചെയ്യും, നോട്ട് ആസ് എ കൺസ്യൂമർ, ആസ് എ ക്രിയേറ്റർ. കാരണം എന്താ വെച്ചാൽ ഐ വാണ്ട് ടു ഡോക്യുമെന്റ് മൈ 50 ഡേയ്സ് വിതൗട്ട് സോഷ്യൽ മീഡിയ ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ഐ ഡു ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പനിങ് ടു മീ. സോ ആ 50 ഡേയ്സിലേക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ ടാസ്ക് വെച്ചിട്ട് 50 ടാസ്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അതിലുള്ള ഫസ്റ്റ് 14 ടാസ്ക് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 ആഴ്ചത്തേക്കുള്ള ടാസ്കുകൾ. പിന്നെ അതിനുശേഷം അത് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ഇൻട്രസ്റ്റുകൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പുതുതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യം എൻ്റെ ഈ ഡൂം സ്ക്രോളിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് മിനിമം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും ഞാൻ എല്ലാ സൈഡ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ കൂടാതെ ചില ദിവസങ്ങളിൽ 8 മണിക്കൂർ 9 മണിക്കൂർ വരെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ബ്രെയിനിന് അത്രയും ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ കാര്യം പോലും അധിക നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 10th 12th ഒക്കെ 17 അവേഴ്സ് 18 അവേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരേ കാര്യം ഫോക്കസ് ചെയ്ത് എങ്ങനെയാണ് പഠിച്ചിരുന്നതെന്ന് വരെ എനിക്കിപ്പം ഡൗട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു 50 ഡേയ്സ് ചാലഞ്ചാണ് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ 14 ഡേയ്സിൽ ഓരോ ദിവസവും ചെയ്യേണ്ട ടാസ്കുകൾ ഞാൻ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ വിൽ ഷോ. ഇതാണ് എൻ്റെ 50 ഡേയ്സിലെ പ്ലാൻ വരുന്നത്. ആദ്യത്തെ ഒരു വീക്ക് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഒരു ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് എഴുതുന്നത്. പിന്നെ പണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഗ്ലാസ് പെയിൻറ്റിംഗ് എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാനത് കുറേ നാളായിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഫസ്റ്റ് വീക്കിലുള്ള 6 എണ്ണവും പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേങ്കിൽ ഭയങ്കര ഒന്ന് ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് ഞാൻ ആരാണെന്ന് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് വീക്ക് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വീക്കിൽ എനിക്ക് ഒരുപാട് കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ, അതായത് ക്രിയേഷനാണ്. കൈ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ഡേ ടെറേറിയം ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ വിഷൻ ബോർഡ്, അങ്ങനത്തെ കുറച്ച് DIYs ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് 2 വീക്കിലേക്കുള്ള പ്ലാനുകളാണ് ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ്.